പെരുന്നാളുടെ ഭാഗമായിട്ട് നമ്മളെ ഷോപ്പിൽ എമ്പേന്റെ തിരക്ക. അതിന്റെ അടുക്ക് ഇവിടെ വന്ന കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളോട് ചോദിക്കും ഇപ്പൊ എന്താ വീഡിയോ ഒന്നും എടുക്കാത്തേ. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ഞാൻ വീഡിയോ എടുത്തിട്ട് കുറെ ആയല്ലോ. വേറെ ഒന്നും കൊണ്ടല്ല, ഷോപ്പിൽ ഇപ്പൊ നല്ല തിരക്ക. പിന്നെ കെട്ട് കണക്കിന് സാധനങ്ങളൊക്കെ വന്നോണ്ട് അതൊക്കെ റെഡിയാക്കി കുത്തിരിക്കുന്നു ഇത്രയും ദിവസം. അതും പോരാഞ്ഞ് ഇന്ന് മുതൽ നമ്മളെ ഡ്യൂട്ടി ടൈമും മാറ്റി. രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെയും. പിന്നെ നമുക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത് ഓൻ തുറന്നതിന്റെ ശേഷം 7 മണിക്ക് വന്നിട്ട് 3 മണി വരെ നിക്കണം. അതുകൊണ്ട് ഉറക്കിന്റെ കാര്യത്തില് തീരുമാനമായിക്കണം. പിന്നെ നമ്മള് പണിയാട്ട് തുടങ്ങി മടക്കി വെക്കാൻ. ഇവിടെ രാവിലെ അതാണ് അവസ്ഥ, ഒരു മനസ്സക്കുട്ടി ഉണ്ടാവില്ല. എല്ലാരും നോമ്പ് തുറന്നതിന്റെ ശേഷമാണ് ഇറങ്ങുക. ആ ഇറങ്ങുന്നതിന്റെ മുന്നേ ഇവിടെ എല്ലാം മടക്കി സെറ്റാക്കി വെക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മള് പറഞ്ഞ ടൈമായി, ഏത് 1:30 മണി. ഇനി നമ്മള് നോമ്പ് തുറന്നിട്ട് വന്നാ മതി. പിന്നെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് ആട്ട് വിട്ടു. റൂമിലെത്തിയപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, ഇനി കുളിക്കണോ. നമ്മള് രാവിലെ ഇവിടുന്ന് കുളിച്ചിട്ടാ പോയി, ഇനി നമുക്ക് കുളിക്കാൻ വയ്യ. ഇത് കണ്ടിട്ട് ഉമ്മ ചോദിക്കും എന്താ കുളിക്കാണ്ടാണോ കിടക്കണേ. അതുകൊണ്ട് പറഞ്ഞതാ, ഇനി നമുക്കൊരു നീട്ടി ഒരു ഉറക്കുറങ്ങണം. നോമ്പ് ഉറക്കാൻ നേരത്തെ ഇനി എണീച്ചാ മതി. ആ ഒരു ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോഴുണ്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് ചെക്കന്മാര് വന്ന് നോമ്പ് ഉറക്കാനുള്ള സെറ്റപ്പ് ആക്കി വെച്ച് കാണുന്നു. പിന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി മുഖൊക്കെ ഒന്ന് കഴുകി നമ്മള് നോമ്പ് തുറക്കാനാട്ടിരുന്ന്. പിന്നെ കുറച്ചേരം ബാങ്ക് കൊടുക്കാൻ കാത്തിരുന്നു. അങ്ങനെ ബാങ്കും കൊടുത്ത് നോമ്പും തുറന്ന് ഒരു നിസ്കാരവും കഴിച്ച് നമ്മളെ യൂണിഫോം എടുത്തിട്ട് നമ്മള് പിന്നെ ആട്ട് ഇറങ്ങി നമ്മളെ ഷോപ്പിലേക്ക്. ഷോപ്പിൽ കയറിയപ്പോഴോ നമ്മളെ തിരക്കാട്ട് തുടങ്ങി. പിന്നെ ആ തിരക്കിലേക്ക് ഞാനും ആട്ട് ഇറങ്ങി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഫോൺ നോക്കിയപ്പോ അതാ കാണുന്നു 2:30 മണിയായി. അത്രക്കും തിരക്കൈനു ഇതിന്റെ അകത്ത്. ഫോണ് പിന്നെ തൊടാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ ഷോപ്പ് പൂട്ടി നമ്മളാട്ട് ഇറങ്ങി. നമ്മള് പോയി കിടന്നുറങ്ങട്ടെ. അപ്പോ ശരി എന്നാ.